ഹലോ സ്റ്റുഡൻസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ദെൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദ കീ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചാനൽസ് ഏതൊക്കെയാണെന്നാണ്. അതായത് ടൈപ്സ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ നോക്കിയായിരുന്നു അതിനൊരു ഫിഗർ. മെയിനായിട്ട് 5 ടൈപ്പ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷൻ, ഇമെയിൽ മാർക്കറ്റിംഗ്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനും സെർച്ച് എഞ്ചിൻ മാർക്കറ്റിങ്ങുമാണ്, സോഷ്യൽ മീഡിയ ഒപ്റ്റിമൈസേഷനുമാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാൻ ആദ്യം നമുക്ക് എന്താണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് നോക്കാം. സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞത് നമ്മുടെ വെബ്സൈറ്റിൽ നമുക്കെല്ലാവർക്കും അറിയാം, ക്രോം പോലുള്ള ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ക്രോം ഉണ്ട്, ഗൂഗിൾ ഉണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അത്തരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ ലിങ്ക്സ് ഇട്ട് കഴിഞ്ഞാൽ, നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് ലിങ്കുകൾ നമ്മൾ ഡെയിലി നമ്മളത് കാണുന്നതാണ്. അതിൽ എങ്ങനെയാണ് നമ്മൾ ഒരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മളൊരു ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ ഫസ്റ്റ് വരണോ വേണ്ടയോ എന്ന് നമ്മൾ സെർച്ച് എഞ്ചിൻ അതിനൊരു റാങ്ക് കൊടുക്കും. ആ വെബ്സൈറ്റ് അതിന് റാങ്ക് കൊടുക്കുന്നത് സർട്ടൈൻ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ്. ഇതിനെയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്നുകൊണ്ട് പറയുന്നത്. ഈ സെർച്ച് എഞ്ചിൻ കുറച്ച് ക്രൈറ്റീരിയാസ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെല്ലാമാണ് ക്രൈറ്റീരിയാസ് എന്ന് നമുക്ക് നോക്കാം. എന്തിനു വേണ്ടിയാണ് സെർച്ച് എഞ്ചിൻ ഇങ്ങനെ ഒപ്റ്റിമൈസ് നടത്തുന്നത്? അതിൻ്റെ ഓർഗാനിക് അല്ലെങ്കിൽ നോൺ പെയ്ഡ് ട്രാഫിക് കൂട്ടുന്നതിന് വേണ്ടി, നമ്മുടെ ഈ വെബ്സൈറ്റിലേക്ക് ആ ലിങ്കിലേക്കൊക്കെ വിസിറ്റ് ചെയ്യുന്നതിനും ആ വിസിറ്റ് ചെയ്തത് വഴി ആ സർവീസ് ഓർ പ്രൊഡക്റ്റ് അവർ ബൈ ചെയ്യുന്നതിനും വേണ്ടിയിട്ട്, അവരതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ നടത്തുന്നത്. ഈ സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ 2 തരത്തിലുള്ള സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനാണ് നമുക്ക് സിലബസ് അനുസരിച്ച് പഠിക്കാനുള്ളത്. ഓൺ പേജ് SEOയും ഓഫ് പേജ് SEOയും. പിന്നെ ഒരെണ്ണം കൂടിയുണ്ട്, ടെക്നിക്കൽ SEO. എന്താണ് ഓൺ പേജ് SEO? ഓൺ പേജ് SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ സെർച്ച് എഞ്ചിനിലേക്ക്, അല്ലെങ്കിൽ സെർച്ച് എഞ്ചിൻ ഡയറക്റ്റ് റാങ്കിങ്ങിന് വേണ്ടിയിട്ട് അവരെന്തെല്ലാം ഓൺ പേജ് SEO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില മെത്തേഡ്സ് വഴി നമ്മുടെ ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിലുള്ള നമ്മുടെ ലിങ്കുകൾ, നമ്മുടെ വെബ്സൈറ്റ് ലിങ്കുകളിലേക്ക് ആ ട്രാഫിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര യൂസേഴ്സ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റ് ലിങ്കുകൾ യൂസ് ചെയ്യുന്നു, അങ്ങനെ ആ ലിങ്കുകൾ ഉപയോഗിക്കാനല്ല, അല്ലെങ്കിൽ നമ്മുടെ സെർച്ച് എഞ്ചിനിലോട്ട് നമ്മുടെ ലിങ്കുകൾ ഫൈൻഡ് ചെയ്തിട്ട് അതിലേക്കുള്ള ആളുകളുടെ കൗണ്ട് കൂട്ടുന്നതിനുള്ള മെത്തേഡ്സിനെയാണ് നമ്മൾ ഓൺ പേജ് SEO എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഓൺ പേജ് SEO ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സോഫ്റ്റ്വെയർ രീതിയിലുള്ള കുറച്ച് ട്രിക്സ് നമുക്കതിൽ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റാ ടാഗ്സ്, ടെക്നിക്കൽ ടാഗ്സ്, കണ്ടൻറ് ക്വാളിറ്റി, അതുപോലുള്ള ഒരുപാട് മെത്തേഡ്സ് നമുക്ക് ഉപയോഗിക്കാം. ഇനി കുറച്ച് ഓൺ പേജ് SEO ഫാക്ടേഴ്സ് എന്താണെന്നാണ് നമുക്ക് നോക്കാനുള്ളത്. ഓൺ പേജ് SEO എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മെറ്റാ ടാഗ്സ്, പേജ് ലെങ്ത്, ഔട്ട് ബൗണ്ട് ലിങ്ക്സ്, ഇൻറ്റേർണൽ ലിങ്ക്സ്, കാനോണിക്കൽ ടാഗ്, ഇമേജ് ഒപ്റ്റിമൈസേഷൻ, സൈറ്റ് മാപ്പ്, കണ്ടൻറ്, URL ഒപ്റ്റിമൈസേഷൻ, മൊബൈൽ ഫ്രണ്ട്ലിനെസ്. ഇതിൽ ഫസ്റ്റത്തെ ഒരു ഫാക്ടറാണ് മെറ്റാ ടാഗ്സ്. നമുക്ക് നമ്മളിപ്പോൾ +1 +2 അല്ലെങ്കിൽ നമ്മൾ 10th ചെറിയ രീതിയിലെങ്കിലും HTML പഠിച്ചിട്ടുണ്ടായിരിക്കും. ഈ HTML എന്ന് പറയുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. അതൊരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ്. ഏറ്റവും ബേസിക്കായിട്ട് കമ്പ്യൂട്ടറിൽ കുട്ടികളായാലും വലിയ ആളുകളാണെങ്കിലും ചെറിയ വെബ്സൈറ്റിന് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജാണ് HTML. ഒരു മാർക്കപ്പ് ലാംഗ്വേജാണ് HTML എന്ന് പറയുന്നത്. ഈ HTML 2 സെക്ഷനുണ്ട്. ഹെഡ് സെക്ഷനുണ്ട്, ബോഡി സെക്ഷനുണ്ട്. ഈ ഹെഡ് സെക്ഷനുള്ളിലാണ് നമ്മൾ
നമ്മുടെ ഇപ്പോൾ ഒരു ബ്രൗസർ യൂസ് ചെയ്യുമ്പോൾ അതിൽ സെർച്ച് നമ്മൾ URL ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗത്ത് കൊടുക്കുന്ന കീവേഡുകളെല്ലാം, അല്ലെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന എന്താണ് സെർച്ച് ചെയ്യേണ്ടത് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡുകളെല്ലാം കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള മെറ്റാ ടാഗ്സിൻ്റെ ഉള്ളിലാണ്. ഇത്തരത്തിൽ മെറ്റാ ടാഗ്സിൻ്റെ ഉള്ളിൽ അങ്ങനെ കൊടുത്താൽ എന്ത് ഉപകാരം വരുന്നത്? നമുക്ക് ഏറ്റവും അധികം ആളുകൾ അത് സെർച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളിപ്പോൾ ഒരു ഷൂ സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. ആ ഷൂവിൽ ഏറ്റവും കൂടുതൽ റിവ്യൂ ഉള്ള, റേറ്റിംഗ് ഉള്ള ഷൂസായിരുന്നു ഏറ്റവും ഫസ്റ്റ് വരിക. അതുപോലെ തന്നെ സം ഫീച്ചേഴ്സ് നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ, നമ്മളൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ് നമ്മൾ ഈ മെറ്റാ ടാഗ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ, അത് ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ടിൽ അത് കാണിക്കും. അത്തരം കീവേഡിനോട് സെയിം ആയിട്ട് വരുന്ന ഔട്ട്പുട്ടുകളായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നുണ്ടായിരിക്കാം. ഇത്തരം കാര്യങ്ങളാണ് മെറ്റാ ടാഗ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നത്. അതിനുവേണ്ടി മെറ്റാ ടൈറ്റിൽ ടാഗ്സ് ഉണ്ട്, മെറ്റാ ഡിസ്ക്രിപ്ഷൻ ടാഗ്സ് ഉണ്ട്, മെറ്റാ കീവേഡ് ടാഗ്സ് ഉണ്ട്. നെക്സ്റ്റ് പോയിൻ്റാണ് പേജ് ലെങ്ത്ത്. ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിൽ ഒരു വെബ് പേജിന് അതിൻ്റെ ലെങ്ത്തിന് ഒരു മെയിൻ ഫാക്ടർ ഉണ്ട്. കാരണം ഷോർട്ടസ്റ്റ് പേജിനേക്കാൾ കൂടുതൽ ഹയർ റാങ്ക് ലഭിക്കുന്നത് എപ്പോഴും ലോങ്ങസ്റ്റ് പേജുകൾക്കായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഷോർട്ടസ്റ്റ് പേജിലാണെങ്കിൽ ഒരു ഐറ്റത്തിനെ കുറിച്ച് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൊടുക്കുക. എന്നാൽ ഒരു ലോങ് പേജിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒരു പ്രൊഡക്റ്റിനെയോ സർവീസിനെയോ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ റാങ്കിങ് ലഭിക്കുന്നത് ഷോർട്ടസ്റ്റ് പേജിനേക്കാൾ അപേക്ഷിച്ച് ലോങ്ങസ്റ്റ് പേജുകളിലേക്കായിരിക്കും. അതുകൊണ്ട് തന്നെ യൂസേഴ്സിന് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുണ്ടായിരിക്കുക ലോങ്ങസ്റ്റ് പേജുകളായിരിക്കും. തേർഡ് പോയിൻ്റാണ് ഔട്ട് ബൗണ്ട് ലിങ്ക്സ്. ഔട്ട് ബൗണ്ട് ലിങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിങ്ക്സ് ഓഫ് അതർ സൈറ്റ് ഓൺ യുവർ പേജ്. നമ്മുടെ പേജുകളിൽ മറ്റുള്ള സൈറ്റുകൾ, നമ്മുടെ സിമിലിയർ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ സർവീസിനെ കുറിച്ചിട്ടുള്ള സിമിലിയർ ആയിട്ടുള്ള മറ്റുള്ള പ്രൊഡക്ട്സിൻ്റെയോ സർവീസിൻ്റെയോ ലിങ്ക് നമ്മുടെ പേജിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഗൂഗിൾ പോലുള്ള സൈറ്റുകൾ, സെർച്ച് എഞ്ചിനുകൾ അവ ട്രസ്റ്റി ആയിട്ട് നമ്മളെ വിചാരിക്കും. ആ ട്രസ്റ്റിനെസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ റാങ്കിങ് കൂടാനായിട്ട് തുടങ്ങും. നെക്സ്റ്റ്, ഇൻറ്റേർണൽ ലിങ്ക്സ്. ഇൻറ്റേർണൽ ലിങ്ക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഹൈപ്പർ ലിങ്ക്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. ഹൈപ്പർ ലിങ്ക്സ് എന്ന് വെച്ചാൽ എന്താ? ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെക്സ്റ്റ് മറ്റൊരു പേജിലോട്ടോ മറ്റൊരു പ്ലേസിലോട്ടോ നാവിഗേറ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ നമ്മുടെ പേജ് ഒരു ബട്ടനോ ഒരു ലിങ്കോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ തന്നെ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോകുന്നതിനെയാണ് നമ്മൾ ഇൻറ്റേർണൽ ലിങ്ക്സ് എന്ന് പറയാം. അത്തരത്തിൽ ലിങ്കിങ് ചെയ്തുകൊണ്ട് നമ്മുടെ പേജസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതും നമ്മുടെ റാങ്കിങ് കൂട്ടുന്നുണ്ട്. നെക്സ്റ്റ്, കാനോണിക്കൽ ടാഗ്സ്. കാനോണിക്കൽ ടാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ ഫീച്ചർ കൊടുത്തു ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ വെബ് പേജിൽ. ആ വെബ് പേജിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റൊരു വെബ് പേജിൽ ആളുകൾ ഈ ലിങ്ക് കൊടുത്തു. അതായത് അവരുടെ വെബ് പേജിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ലിങ്ക് കൊടുത്തു. അപ്പോൾ എന്തായി? നമ്മുടെ സൈറ്റിൽ കയറുന്ന ആളുകൾ അവരുടെ സൈറ്റിൽ കയറിയിട്ട് അവരുടെ സൈറ്റിൽ റാങ്ക് കൂടിയതിന് ശേഷമാണ് നമ്മുടെ സൈറ്റിലേക്ക് വരുന്നത്. അത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഗൂഗിൾ മനസ്സിലാക്കിയതിന് ശേഷം ഒറിജിനൽ സൈറ്റ് ഏതാണോ അതിന് റാങ്ക് കൂട്ടി കൊടുക്കുക എന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാനോണിക്കൽ ടാഗ്സ്. നെക്സ്റ്റ്, ഇമേജ് ഒപ്റ്റിമൈസേഷൻ. ഇമേജ് ഒപ്റ്റിമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ഇമേജ്, ഇപ്പം എല്ലാവർക്കും അറിയാം, നമ്മൾ വെബ്സൈറ്റിനൊക്കെ അട്രാക്റ്റീവ് ആക്കാനായിട്ട് ഇമേജ്, ജിഫ് പോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കോഡിൽ സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളവിടെ സേവ് ചെയ്ത് വയ്ക്കുമ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ നോർമലി ഒരു HTML പേജിൽ ഒരു ഫിഗർ അല്ലെങ്കിൽ ഒരു ഇമേജ് കൊണ്ടുവന്നിടുകയാണെങ്കിൽ ഇമേജ് 1.src അല്ലെങ്കിൽ ഇമേജ് 1.jpg, ഇമേജ് 1.png അല്ലെങ്കിൽ ഇമേജ് 2.png, JPG എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സേവ് ചെയ്തിടും. എന്നാൽ അതിനൊരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും ആ സോഴ്സിൽ ആ ഒരു ഇമേജ് കണ്ടില്ലെങ്കിൽ നമ്മൾ എന്താണോ സേവ് ചെയ്തിട്ടുള്ള ആ പേരായിരിക്കും കാണിക്കുക. പക്ഷേ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ മേ ബി നമുക്ക് എന്ത് കാണിക്കും? ഒരു കുട്ടി കളിക്കുന്ന ഒരു
ഫിഗറാണ് നമ്മൾ വയ്ക്കുന്നതെങ്കിൽ നമ്മളവിടെ എന്ത് കൊടുക്കുകയാണ്, എ ബോയ് പ്ലേയിങ് ഇൻ ദ പാർക്ക് .jpg അത് ഹൈഫൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഇൻസ്റ്റഡ് നമ്മൾ ആ ഫിഗറിന് പകരം മേ ബി ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് വരാനും അല്ലെങ്കിൽ അതിനോടൊപ്പം ആ ടെക്സ്റ്റ് വന്ന് കുറച്ചും കൂടി നമുക്ക് അണ്ടർസ്റ്റാൻഡബിലിറ്റി കൂട്ടാനും സാധിക്കും. നെക്സ്റ്റ് വൺ സൈറ്റ് മാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിലെ ലിങ്കുകളുടെ ഒരു മാപ്പിനെയാണ് സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്പ് സെർച്ച് എൻജിൻ ഇൻ ഇൻഡെക്സിങ് പേജസ് ഓഫ് അവർ സൈറ്റ്. നമ്മുടെ സൈറ്റുകൾക്ക് ലിങ്കുകളെ ഇൻഡെക്സ് ചെയ്യാനായിട്ട് ഈ സൈറ്റ് മാപ്പ് നമ്മളെ യൂസ് ചെയ്യും. നെക്സ്റ്റ് കണ്ടൻറ്റ് ബ്യൂട്ടിഫുൾ കണ്ടൻറ്റ്സ് മേക്ക് ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് എന്ന് നമുക്ക് പറയാം. അതിനുവേണ്ടി പലതരത്തിലുള്ള ജോബും ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. കണ്ടൻറ് റൈറ്റിംഗ് ഒരു മെയിനായിട്ടുള്ള ഒരു ജോബ് ഓപ്പർച്യൂണിറ്റിയാണ് കണ്ടൻറ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം ഇന്ന് എല്ലാ കാര്യത്തിനും ഏറ്റവും കൂടുതൽ വേണ്ടത് കണ്ടൻറ്റാണ്. ആ കണ്ടൻറ്റിൻ്റെ ബ്യൂട്ടിഫുൾനെസ്സും അതുപോലെ തന്നെ കണ്ടൻറ്റിൻ്റെ ഒരു ലെങ്ത്തുമെല്ലാം ആ ഒരു പ്രൊഡക്റ്റിനെ സർവീസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. URL ഒപ്റ്റിമൈസേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും URLs യൂസ് ചെയ്യുന്നവരാണ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള URL ഉപയോഗിക്കുന്നതിനാണ് നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടം. കാരണം എന്താ, ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള URL ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ട് എളുപ്പമുണ്ടായിരിക്കത്തുള്ളൂ. ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള URLകളൊക്കെ ഓർത്തെടുത്ത് ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ എളുപ്പമില്ല. അതുപോലെ തന്നെ URL കുറച്ചും കൂടി കീവേഡുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കാറിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ ആ കാറിൻ്റെ കളർ, അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ബ്രാൻഡ് നെയിം, അതിൻ്റെ എക്സ്ട്രാ സംതിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ആ കാറിനെ ഡൊമിനേറ്റ് ചെയ്തിട്ട് മാത്രം കാണുന്നതായിരിക്കും. അപ്പോഴെന്താ, ആരെങ്കിലും അതിനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഓഫ് ദ കാർ, സ്പീഡ് ഓഫ് ദ കാർ, ആട്രിബ്യൂട്ട്സ് ഓഫ് ദ കാർ, ഫീച്ചേഴ്സ് ഓഫ് ദ കാറൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഈ ലിങ്കുകൾ കുറച്ചും കൂടി ഫസ്റ്റ് വന്ന് കെടുക്കാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പോൾ URL ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വൺ മൊബൈൽ ഫ്രണ്ട്ലിനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവർ വളരെയേറെ കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച് എന്ന് വെച്ചാൽ 2 or 3 ഇയേഴ്സിനെ അപേക്ഷിച്ച് ഇന്ന് നമ്മളെല്ലാം എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോൺസാണ്. കാരണം നമ്മൾ മൊബൈൽ ഫോൺസാണ് ക്യാരി ചെയ്യാനും നമ്മുടെ പർപ്പസിനായിട്ടാണെങ്കിലും നമുക്ക് എളുപ്പം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു മീറ്റിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പിൽ വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ചില ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം. അത് മൊബൈലിലോട്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ പല ഐക്കൺസും കാണാതാവുകയോ അല്ലെങ്കിൽ ഉപയോഗിക്കാനായിട്ട് ചിലപ്പോൾ മൗസ് നമ്മളിപ്പോൾ ടച്ച് പാഡ് അല്ലെങ്കിൽ ടച്ച് സ്ക്രീനൊക്കെ യൂസ് ചെയ്തിട്ട് അത് കുറച്ചും കൂടി അത് ബുദ്ധിമുട്ടാവാനൊക്കെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്ന സൈറ്റുകൾ ആളുകൾ മനഃപൂർവ്വമായിട്ട് തന്നെ വേണ്ടെന്ന് വയ്ക്കും. കാരണം എന്താ, 100-ൽ 10 പേരായിരിക്കും ഫോൺ ഉപയോഗിക്കാത്തതുണ്ടായിരിക്കുക, ബാക്കി 90 പേരും എന്ത് യൂസ് ചെയ്യുന്നവരായിരിക്കും, ഫോൺ യൂസ് ചെയ്യുന്നവരാണ്. അവർക്ക് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആപ്പുകൾ ഉപയോഗിക്കുന്നതിനോടാണ് താല്പര്യം. അതുകൊണ്ടാണ് മൊബൈൽ ഫ്രണ്ട്ലിനെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ 10 പോയിൻ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ 10 പോയിൻ്റ് ഒന്നും കൂടി നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് മെറ്റാ ടാഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെഡ് പൊസിഷനിൽ ഹെഡ് പാർട്ടിൽ വരുന്ന നമ്മുടെ സെർച്ച് എഞ്ചിൻ കൊടുക്കാവുന്ന നമുക്ക് കീവേഡുകൾ, എക്സ്ട്രാ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെയാണ് മെറ്റാ ടാഗ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. അതൊരിക്കലും തന്നെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ കാണത്തില്ല, അല്ലെങ്കിൽ വെബ് പേജിൻ്റെ ഉള്ളിൽ കാണുകയില്ല. നെക്സ്റ്റ്, വെബ് പേജിൻ്റെ പേജ് ലെങ്ത് എപ്പോഴും ലാർജ് പേജസ് ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഔട്ട് ബൗണ്ട് ലിങ്ക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനും യൂസ് ചെയ്യാനും നോക്കണം. അതുപോലെ തന്നെ ഇൻറ്റേർണൽ ലിങ്ക്സും നമ്മൾ കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യണം. കനോണിക്കൽ ടാഗുകൾ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഒറിജിനൽ സൈറ്റ് ആയിരിക്കും കുറച്ചും കൂടിയും കൂടുതലായിട്ട് റാങ്കിങ്ങിൽ നിൽക്കുന്നുണ്ടാവാം. ഇമേജ് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റുകൾ എപ്പോഴും കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യണം. സൈറ്റ് മാപ്പിൽ നമ്മുടേത് ഫസ്റ്റ് വരാനായിട്ട് നമ്മൾ ട്രൈ ചെയ്യണം. കണ്ടൻറ്റുകൾ ബ്യൂട്ടിഫുൾ ആവാനായിട്ടും ഷോർട്ട് ആവാനായിട്ടും ട്രൈ ചെയ്യണം. URL ഒപ്റ്റിമൈസേഷൻ ഉണ്ടായിരിക്കണം. മൊബൈൽ ഫ്രണ്ട്ലിനെസ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഓൺ പേജ് SEOനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്
ഓഫ് പേജ് എസ് കുറിച്ചിട്ടാണ്. ഓഫ് പേജ് എസ് കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ലിങ്ക് പ്രകാരം നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂടുന്നതിനെയാണ് ഓഫ് പേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ലിങ്കിൻ്റെ പോപ്പുലാരിറ്റി ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ ലിങ്ക് വെച്ച് കൂടുക. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കുകളാണ് ഇൻഫ്ലുവൻസർ ഔട്ട്റീച്ച്, ഗസ്റ്റ് പോസ്റ്റിംഗ്, സോഷ്യൽ ബുക്ക് മാർക്ക് സബ്മിഷൻ, ഫോറം സബ്മിഷൻ, ഡയറക്ടറി സബ്മിഷൻ, ആർട്ടിക്കിൾ സബ്മിഷൻ, വീഡിയോ സബ്മിഷൻ, ഇമേജ് സബ്മിഷൻ, ഇൻഫോഗ്രാഫിക് സബ്മിഷൻ, വെബ് 2.0 സബ്മിഷൻ. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് കടക്കാം. ഇൻഫ്ലുവൻസ് ഔട്ട്റീച്ച്. ഇൻഫ്ലുവൻസേഴ്സിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ഒരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഒരു റീലിൽ, ഷോർട്സിലൊക്കെ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് പറയും, ഞാൻ ഇന്ന പ്രൊഡക്ട്സ് ഉപയോഗിച്ചു, ഇതാണ് എൻ്റെ സൗന്ദര്യം കൂട്ടാനായിട്ട് അല്ലെങ്കിൽ എൻ്റെ മുടി കൂട്ടാനായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത പ്രൊഡക്റ്റ് ഇതാണ്, ഞാൻ നിങ്ങൾക്കിത് റെക്കമെൻഡ് ചെയ്യുകയാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് എൻ്റെ പേജിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങളെല്ലാവരും ഇതിൽ കയറിയിട്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു പ്രൊമോ കോഡ് തരാം, അത് വെച്ചിട്ട് നിങ്ങളെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് ഇൻഫ്ലുവൻസർ ഔട്ട്റീച്ച് എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് നമുക്ക് ഒരു ഫിലിം സ്റ്റാർസൊക്കെ ആയിരുന്നു നമ്മൾ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് മറ്റുള്ളവർക്ക് അഡ്വർടൈസ് ചെയ്തിരുന്നത്. എന്നാൽ ഇന്ന് സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ആഡുകൾ ചെയ്തു കൊടുക്കുന്നത്. അതിനൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫിലിം സ്റ്റാർസിനെ അപേക്ഷിച്ച് ഇവർക്ക് കോസ്റ്റ് കുറവായിരിക്കും. ഗസ്റ്റ് പോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പബ്ലിസിറ്റിയുള്ള ഒരു ഓതറിനെ കൊണ്ടോ ബ്ലോഗ് റൈറ്ററിനെ കൊണ്ടോ ഒക്കെ നമ്മുടെ കണ്ടൻറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യിപ്പിക്കുക. അവരെ കൊണ്ട് നമ്മുടെ അവരുടെ ആ ബ്ലോഗിലോയോ അവരുടെ ഒരു കണ്ടൻറ്റിലോ നമ്മുടെ ലിങ്കുകൾ കൊടുക്കുക. അതിനെയാണ് ബാക്ക് ലിങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗസ്റ്റ് പോസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബാക്ക് ലിങ്കിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഗസ്റ്റ് പോസ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ ബുക്ക് മാർക്ക് സബ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? നമ്മുടെ വെബ് പേജിൽ ചില ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലിങ്കിന് മറ്റൊരാൾ പ്രൊമോട്ട് ചെയ്യുക, ഏതെങ്കിലും കണ്ടൻറ്റ് വെച്ചിട്ടും മറ്റുമായിട്ട് അവരുടെ വെബ് പേജിൽ എങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ലിങ്ക് വെച്ചിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ ബുക്ക് മാർക്ക് സബ്മിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫോറം സബ്മിഷൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫോറം സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻസ്റ്റാഗ്രാമിലും അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ പോളിംഗ് മെത്തേഡ്സ് ഉണ്ട്. ഞാനിത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങൾ വാങ്ങിച്ച പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ലേ, ഇതിന് എത്ര റേറ്റിംഗ് കൊടുക്കാം, നിങ്ങൾക്ക് എന്നോട് ഇതിനെക്കുറിച്ച് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഫോറംസ് സബ്മിറ്റ് ചെയ്യും. ചിലപ്പോൾ നമ്മളോട് ചെറിയ ഫോംസൊക്കെ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് ഗൂഗിൾ ഫോംസിൽ നിന്നൊക്കെ ഫീഡ്ബാക്കൊക്കെ ചോദിക്കാം. ഇത്തരത്തിൽ നമ്മൾ നമ്മുടെ കൺസ്യൂമേഴ്സിൽ നിന്നും ഫീഡ്ബാക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫോറത്തിനെ കുറിച്ച് അത് സബ്മിറ്റ് ചെയ്യുന്നതിന് പറയുന്നതിനെയാണ് ഫോറം സബ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഡയറക്ടറി സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ഡയറക്ടറി ഉണ്ട്. നമ്മുടെ ലിങ്കുകളെല്ലാം ഇൻഡെക്സ് ചെയ്യുന്ന ഒരു ഡയറക്ടറി. അത്തരത്തിലുള്ള ഡയറക്ടറിയിലേക്ക് റെലവൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക്സുകൾ മാത്രം ഫസ്റ്റ് അവർ കാണിക്കത്തുള്ളൂ. അത്തരത്തിലേക്കുള്ള സബ്മിഷനെയാണ് ഡയറക്ടറി സബ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ സബ്മിഷൻ. ഒരുപാട് ആർട്ടിക്കിളുകൾ നമ്മൾ വായിക്കുന്നവരായിരിക്കാം. അത്തരം ആർട്ടിക്കിളുകളിൽ നമ്മൾ പറയുന്ന റെലവൻറ്റ് കാറ്റഗറീസ് ആയിട്ടുള്ള കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യാം. വീഡിയോ സബ്മിഷൻ. നമ്മൾ എന്ത് ചെയ്യാം? വീഡിയോ വഴി നമ്മുടെ ആഡുകൾ കൊടുക്കുക, അല്ലെങ്കിൽ അതിൽ നമ്മൾ ലിങ്കുകൾ കൊടുക്കുകയോ പ്രൊഡക്ട്സിനെ കുറിച്ച് പറയുകയൊക്കെ നമുക്ക് ചെയ്യാം. ഇമേജ് സബ്മിഷൻ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഗെയിം കളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ വീഡിയോസ് വരാം, അതുപോലെ തന്നെ ഇമേജസ് വരാം, ആഡുകൾ വരാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇമേജ് സബ്മിഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മേ ബി അത് URL ആയിരിക്കാം, ഓൾട്ടർനേറ്റീവ് ടാഗ്സ് ആയിരിക്കാം, ഡിസ്ക്രിപ്ഷൻ ആകാം, പലതരത്തിലുള്ള കാര്യങ്ങളായിരിക്കാം. ഇത്തരം ഇമേജുകൾ നമുക്ക് ഷെയർ ചെയ്യാനൊക്കെ സാധിക്കും. ഇൻഫോഗ്രാഫിക് സബ്മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ട്രാഫിക് നമുക്ക് ഒരു ഗ്രാഫിലൂടെയോ ചാർട്ടിലൂടെയോ ഒക്കെ മറ്റുള്ളവർക്ക് കാണിക്കാനും ആ ലിങ്ക് വഴി നമ്മുടെ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കൂട്ടാനൊക്കെ സാധിക്കും. വെബ് 2.0 സബ്മിഷൻ ലാസ്റ്റ് ടെക്നിക്കാണ് ഓഫ് പേജിൻ്റെ ഉള്ളിലെ വെബ് 2.0 എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലോട്ട് നമ്മുടെ വേർഡ് പ്രസ്, മീഡിയം, ബ്ലോഗേഴ്സിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? നമ്മുടെ ബാക്ക് ലിങ്ക്സ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. വെബ് 2.0 എന്ന് പറയുന്നത് ഒരു പ്ലാറ്റ്ഫോമാണ്.